നമസ്കാരം. ഇന്ന് 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒന്നാമത്തെ ചാപ്റ്റർ, അതായത് 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ കിട്കി. അത് എഴുതിയത് അഞ്ജു കർബന്ത എന്ന ആളാണ്. ഒരു ലഘുകഥ ആണിത്. ഈ ലഘുകഥയിൽ നമ്മൾ വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ സൈഡ് സീറ്റിലിരിക്കുന്ന ഒരു സമ്പ്രദായം. അപ്പോൾ ആ സൈഡ് സീറ്റിൽ ഇരിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് യാത്ര ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ആളുകളെയും കാണാം, പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് അങ്ങനെ പോകുന്ന ഒരു സമയം. അപ്പോൾ അങ്ങനെ അതേപോലെ ഇവിടെ നമ്മൾ ലേഖകനും കുടുംബവും യാത്ര ചെയ്യുക. അപ്പോൾ ആ യാത്ര ചെയ്യുന്നത് ആ ഒരു സമയത്ത് അദ്ദേഹം എഴുതിയൊരു കഥയാണ് കിട്കി. കിട്കി എന്ന് വെച്ചാൽ എന്താ അറിയാമല്ലോ, ജനൽ എന്നാണ് കിട്കിക്ക് അർത്ഥം. അപ്പോൾ നമുക്ക് നിങ്ങൾ ഭംഗിയായിട്ട് പുസ്തകം വായിക്കണം. ഒന്നാമത്തെ കാര്യം, ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു പ്രശ്നം, A+ ഒക്കെ വാങ്ങിക്കുന്നുണ്ട്, പക്ഷേ ഒരാളുടെ പുസ്തകം വായിക്കാൻ പറഞ്ഞാൽ അവർക്ക് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഭംഗിയായി പുസ്തകം വായിച്ച് വേണം. പുസ്തകം വായിച്ചില്ലെങ്കിൽ വലിയ പാടാണ്. കാര്യം അക്ഷരത്തെക്കുറിച്ച് യാതൊരു തിട്ടവുമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ ഫോളോ ചെയ്താൽ മതി. എല്ലാ ആഴ്ചയിലും ഞാൻ ഈ ക്ലാസ് ഇടും. അപ്പോൾ നമുക്ക് നോക്കാം ഈ കിട്കി എന്താണെന്ന്. കിട്കി ഒരു ലഘുകഥയാണ്. അപ്പോൾ ലഘുകഥ ഇത് നോക്കി ഞാനൊന്ന് വായിക്കാം. പുസ്തകം എടുത്ത് വെച്ചോണം. നമ്മളിത് പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ പുസ്തകം എടുത്ത് വെച്ച് വേണം ഇത് കാണാൻ. देखिए, होशियारपुर से शादी का बुलावा आया था. ट्रेन से जाना तय हुआ. सर्दी हल्की हल्की दस्तक देने लगी थी, इसलिए सोचा चलो इस बार AC के बजाय जनरल कोच से सफ़र का आनंद लिया जाए. ഞാൻ ആദ്യം അർത്ഥം പറയാം. ഹോഷിയാർപൂറിൽ നിന്നും ഷാദി കാ ബുലാവ ആയാ ഥാ. ഷാദി വിവാഹത്തിനുള്ള ബുലാവ ക്ഷണം ലഭിച്ചു. ട്രെയിൻ സേ ജാന തയ ഹുവ. ട്രെയിനിൽ പോകുവാനാണ് തയ ഹുവ തീരുമാനിച്ചത്. അപ്പം ട്രെയിനിൽ പോകാമെന്നാണ്, വിവാഹത്തിന് ട്രെയിനിൽ പോകാമെന്നാണ് തീരുമാനിച്ചത്. സർദി ഹൽക്കി ഹൽക്കി ദസ്തക് ദേനെ ലഗി. സർദി തണുപ്പ് ഹൽക്കി ഹൽക്ക എന്ന് വെച്ചാൽ അർത്ഥം എന്താ? നേരിയ തോതിൽ. ദസ്തക് ദേനെ ലഗ, അനുഭവപ്പെടാൻ തുടങ്ങി. ഇപ്പം തണുപ്പ് വളരെ ചെറിയ രീതിയിൽ അനുഭവപ്പെടാൻ തുടങ്ങി. ഇസ്ലിയെ, അതുകൊണ്ട് സോച്ച, ചിന്തിച്ചു. ചലോ ഇസ് ബാർ AC के बजाय जनरൽ കോച്ച് സേ സഫർ കാ ആനന്ദ് ലിയാ ജായ്. ഈ പ്രാവശ്യം AC-യിലല്ലാതെ AC के बजाय പകരം, AC-ക്ക് പകരം AC के बजाय जनरल കോച്ചിൽ സഫർ കാ ആനന്ദ് ലിയാ ജായേ. സഫർ യാത്ര. അപ്പോൾ ജനറൽ കോച്ചിൽ യാത്ര ചെയ്യാമെന്ന് തീരുമാനിച്ചു. പഹലെ ആദ്യം ബീബി ബച്ചെ, ഭാര്യയും കുട്ടികളും ജനറൽ സേ ജാനെ പർ കുച്ച് നാരാസ് ഹുയെ. ജനറൽ കോച്ചിൽ പോകുന്നതിന് അല്പം നാരാസോന ദേഷ്യത്തിലാകുക. അവരാദ്യം ജനറൽ കോച്ചിൽ പോകുന്നതിന് അല്പം ദേഷ്യത്തിലായിരുന്നു. നാരാസ് ഹുയെ. फिर थोड़ी न
നുക്കുർ കെ ബാദ് മാൻ ഗേ, എന്നാൽ ഫിർ തോടി നുക്കുർ എന്നാണ് വിയോജിപ്പ്, അല്പം വിയോജിപ്പ്, നുക്കുർ വിയോജിപ്പോടുകൂടി, നുക്കുർ കെ ബാദ് വിയോജിപ്പിന് ശേഷം മാൻഗന അംഗീകരിക്കുക, അവർ പോകാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. സീറ്റ് ബുക്ക് ചെയ്തു. തോ ജ്യാദ പരേശാനി നഹി ഹുയി, ജ്യാദ വലിയ പരേശാനി ബുദ്ധിമുട്ട്, വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ബച്ചോനെ ഝട്ട് കിട്കി വാലി സീറ്റ് ചബഡ്ലി, ബച്ചോനെ കുട്ടികൾ, ഝട്ട് പെട്ടെന്ന്, കിട്കി കിട്കിക്കടുത്തുള്ള ജനലിൻ്റെ അടുത്തുള്ള, സീറ്റിൽ ഛബഡ്ലേന പിടിക്കുക, അവർ കുട്ടികൾ ട്രെയിനിൻ്റെ വിൻഡോയ്ക്കടുത്തുള്ള സീറ്റ് പിടിച്ചു. സാമാൻ മുഴുവൻ സാധനങ്ങളും സെറ്റ് ചെയ്ത്, മേം ഔർ പത്നി ഞാനും ഭാര്യയും, ബാത്തോമേ മഷ്ഗുൽ ഹോഗേ, ഞാനും ഭാര്യയും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം, സാമാൻ മുഴുവൻ സാധനങ്ങളും സെറ്റ് ചെയ്ത്, മെയിം ഔർ പത്നി ഞാനും പത്നിയും, ഞാനും ഭാര്യയും, ബാത്തോമേം കാര്യങ്ങളിൽ, മഷ്ഗുൽ ഹോഗേ, മഷ്ഗുൽ ഹോന മുഴുകുക, ഞങ്ങൾ രണ്ടുപേരും കാര്യങ്ങളിൽ അങ്ങ് മുഴുകുകയും ചെയ്തു. അപ്പോൾ ഒന്നുകൂടെ ഞാൻ വായിക്കാം, നോക്കിക്കോളൂ. होशियारपुर से शादी का बुलावा आया था, ट्रेन से जाना तय हुआ, सर्दी हल्की हल्की दस्तक देने लगी थी, इसलिए सोचा चलो इस बार एसी के बजाय जनरल कोच से सफ़र का आनंद लिया जाए. पहले बीबी बच्चे जनरल से जाने पर कुछ नाराज़ हुए, पर फिर थोड़ी नुकुर के बाद मान गए. दिल्ली से लगभग 8 घंटे का सफ़र है, दिल्लिയിൽ നിന്ന് ഏകദേശം 8 घंटे 8 മണിക്കൂർ കാ സഫർ യാത്രയുണ്ട്. സീറ്റ് ബുക്ക് ചെയ്തു. തോ ജ്യാദ പരേശാനി നഹി ഹുയി, വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ബച്ചോനെ ഝട്ട് കുട്ടികൾ പെട്ടെന്ന്, കിട്കി വാലി സീറ്റ് ഛബഡ്ലി കുട്ടികൾ പെട്ടെന്ന് തന്നെ ജനലിൻ്റെ അടുത്തുള്ള സീറ്റ് പിടിച്ചു. സാമാൻ മുഴുവൻ സാധനങ്ങളും സെറ്റ് ചെയ്ത്, മേ ഔർ പത്നി ഞാനും ഭാര്യയും, ബാത്തോമേ മഷ്ഗുൽ ഹോഗയെ കാര്യങ്ങളിൽ അങ്ങനെ മുഴുകിച്ചു. ദീദി ജമ്മു की शॉल ले लो बहुत बढ़िया है. ദീദി എന്ന് വെച്ചാൽ ചേച്ചി. ദില്ലി ജമ്മു की ഷാൾ, ജമ്മുവിലെ ഷാൾ ലേ ലോ വാങ്ങിക്കൂ, അല്ല എടുത്തോളൂ, നമ്മൾ ജമ്മുവിലെ ഷാൾ എടുത്തോളൂ. ബഹുത്ത് ബഡിയാഹെ വളരെ നല്ലതാണ് ചേച്ചി. ജമ്മു കി ഷാൾ ലേ ലോ, ജമ്മുവിലെ ഷാൾ എടുത്തോളൂ, വളരെ നല്ലതാണ്. രംഗ് ബിരംഗി ഷാളോങ്ക ഭാരി ഗഠർ ഉഠായേ, രംഗ് ബിരംഗി പല കളറിലുള്ള, പല നിറത്തിലുള്ള ഷാളോങ്ക ഭാരി ഗഡർ, ഷാള് നിറച്ച ഒരു കെട്ട്, ഷാളുകളുടെ വലിയൊരു കെട്ട്, ഷാളോങ്ക ഭാരി ഗഠർ കെട്ട്, ഉഠായെ എടുത്തുകൊണ്ട്, ഏക്ക് ഒരു, സാംവലി സലോനി കജരാരി, ഏക്ക് ഒരു, സാംവലി
കറുത്ത നിറത്തിലുള്ള സാംവലി സലോനി കജരാരി, സാംവലി കറുത്ത നിറമുള്ള സലോനി ഭംഗിയുള്ള ബ്യൂട്ടിയായ ഒരു കജരാരി, കജരാരി കൺമഷി എഴുതിയ കജരാരി ആംഖോം വാലി, കൺമഷി എഴുതിയ കണ്ണുകളുമായി ആംഖോം വാലി യുവതി പത്നിക്കോ ഇസരാർ കർണേ ലഗി, ഭാര്യയോട് ഇസരാർ കർണ നിർബന്ധിക്കുവാൻ തുടങ്ങി. അപ്പോൾ രംഗ് ബിരങ്കി ഷാളോങ്ക ഭാരി ഗഠർ, പല കളറിലുള്ള ഷാളിൻ്റെ വലിയൊരു കെട്ട് എടുത്തുകൊണ്ട് ഒരു കറുത്ത സുന്ദരിയായ ഒരു കജരാരി കൺമഷി എഴുതിയ ഒരു യുവതി പത്നിയോട് നിർബന്ധിക്കുവാൻ തുടങ്ങി. കിത്തനേക്ക് ഹെ, എത്രയാണ്, എത്ര രൂപയാണ്, കിത്തനേക്ക് ഹെ എത്രയാണ്, കിത്തനെ 250 അഠായി 250, 250 ആണ്, 250. ഇത്തീ മഹങ്കി, ഇത്രയും കൂടിയ വിലയോ, ഇത്രയും വില കൂടുതലാണോ? സ്യാദ പീസ് ലോഗി തോ കം കർ ദൂങ്കി, സ്യാദ പീസ്, സ്യാദ കൂടുതൽ പീസുകൾ എടുത്താൽ, സ്യാദ പീസ് ലഗോഗി, ലഗോന എടുക്കുക, കൂടുതൽ പീസ് എടുത്തുകൊള്ളൂ. തോ കം കർ ദൂങ്കി, കുറച്ചു തരാം, കൂടുതൽ പീസുകൾ എടുത്തോളൂ, ഞാൻ കുറച്ച് തരാം. മുझे ദുക്കാൻ खोलनी है क्या, മുझे എനിക്ക് മേം എന്ന സർവനാമത്തിനോട് കോ എന്ന പ്രത്യയം ചേരുമ്പോഴാണ് മുച്ച്കോ അല്ലെങ്കിൽ മുച്ചെ എന്ന് വരുന്നത്. അപ്പം മേ സർവനാമമേ, അതിനോട് കോ എന്ന പ്രത്യയം ചേരുമ്പോഴാണ് മുച്ച്കോ അല്ലെങ്കിൽ മുച്ചെ എന്ന് വരുന്നത്. അപ്പോൾ മുച്ചെ ദൂഖാൻ കോൽനി ഹെ, എനിക്ക് ദൂഖാൻ കോൽന, ദൂഖാൻ എന്താണ്? കട. എനിക്കെന്താ കട തുടങ്ങാനാണോ? ദൂഖാൻ കോൽനി ഹേ ക്യാ, എനിക്കെന്താ കട തുടങ്ങാനാണോ? ലേലോന ബഹനോ ഔർ ഭാബിയോ കേലിയേ, എന്താണ്? ലേലോന വാങ്ങിക്കോളൂ, ലേലോന വാങ്ങിക്കോളൂ, എടുത്തോളൂ. പിന്നെ ബഹനോ ഓർ ഭായിയോ കേലിയെ, എന്താണ്? സഹോദരൻ ബഹനോ സഹോദരിമാർക്കും പിന്നെ ഭാബിയോ കേലിയെ ജ്യേഷ്ഠത്തിമാർക്കും, ജ്യേഷ്ഠൻ്റെ ഭാര്യമാർക്ക്, ജ്യേഷ്ഠത്തിമാർക്കും ഒക്കെ വേണ്ടി എടുത്തുകൊള്ളൂ. മേനെ പത്നിക്കോ ഇഷാര കിയ, ഞാൻ ഭാര്യയോട് ഇഷാര കിയ, ഇഷാര ആംഗ്യം കാണിക്കുക അല്ലെ നിർബന്ധിക്കുക. എവിടെ മേനെ, ഞാൻ പത്നിക്കോ ഇഷാര കിയ, ഞാൻ ഭാര്യയോട് ഇഷാര കർണ ആംഗ്യം കാണിക്കുക, ഭാര്യയോട് ഒക്കെ ആംഗ്യത്തിൽ ഇഷാര കിയ तो उसे आंगें तरेर कर मुझे चुप करने का संकेत किया. അവൾ കണ്ണുരുട്ടി എന്നോട് മിണ്ടാതിരിക്കാൻ സൂചന നൽകി. അപ്പം ഞാൻ ഇഷാര മേം പത്നിക്കോ ഇഷാര, ഞാൻ ഭാര്യയോട് പറഞ്ഞു, ഇഷാരക്ക് ആങ്ങിയല്ലേ വാങ്ങിക്കാൻ പറഞ്ഞപ്പോൾ तो उसने അവൾ ആംഗേൻ തരേർക്കർ കണ്ണുരുട്ടി മുച്ചേ ചുപ്പ് രഖിനേക്കാ സങ്കേത് കിയ, ഞാൻ മിണ്ടാതിരിക്കുവാൻ എന്നോട് പറഞ്ഞു. അച്ഛാ 5 പീസ് ലൂം തോ കിത്തനേക്ക്, ശരി 5 പീസ് എടുത്താൽ എത്ര രൂപയ്ക്ക് തരും? തോ അച്ഛാ എനിക്ക് 5 പീസ് ലൂം തോ കിത്തനേക്ക് ദേഗി, എത്രയ്ക്ക് തരും?
എത്ര രൂപയ്ക്ക് തരും? 200 रुपये पर पीस ले लेना दीदी. ഒരു പീസിന് 200 രൂപ വെച്ച് തരാം ചേച്ചി. 100 रुपये पर पीस, ഇല്ല 100 രൂപയ്ക്ക് തരുമോ പീസ്? ദീദി 100 तो बहुत कम है. ചേച്ചി 100 എന്ന് പറയുന്നത് വളരെ കുറവാണ്. कहते हुए उसका गला रुध गया. പറഞ്ഞ് അവളുടെ തൊണ്ട ഇടറുകയും ചെയ്തു. രുത് ഗയ ഔർ ഉസ്കി കജരാലി ആംഗയും പറയും, അവളുടെ കണ്ണ് നിറയുകയും ചെയ്തു. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വഴുവാനും തുടങ്ങി. അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായെങ്കിൽ ഇത് കേട്ട് പുസ്തകം കൂടെ എടുത്ത് വെച്ച് വായിച്ച് നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്കത് സംശയമുണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. എല്ലാം ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഫോളോ ചെയ്താൽ മതി. ബാക്കി ക്ലാസ് അടുത്തുള്ള ആഴ്ച.